അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ഉസ്താദ്മാരെ, നമ്മുടെ എസ് ക്ഷേമനിധിയിലേക്ക് നമ്മൾ റമദാൻ നടത്തുന്ന ഒരു വക്ത് കളക്ഷൻ, അത് ക്ഷേമനിധി സ്റ്റേറ്റ് അക്കൗണ്ടിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതായത് നമുക്ക് ലഭ്യമായിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റി ലഭ്യമായിട്ടുള്ള മദ്രസ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് സൈൻ ഇൻ ചെയ്ത് വരുന്ന പേജിൽ എസ് ഹോം പേജിൽ നമ്മൾ അവിടെ ഒരു 3 ലൈൻ കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന മെനുവിൽ റംസാൻ ഫണ്ട് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇമാമിൻ്റെ പേര്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, മസ്ജിദ്, എമൗണ്ട് കൊടുത്ത് മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ 10 നമ്പർ കൊടുത്താൽ മതി, കോഡ് എൻ്റർ ചെയ്യേണ്ടതില്ല. എന്നിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ സേവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ തുക നമ്മുടെ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ജൗഹരിയ ബോർഡിങ്ങിൻ്റെ പേരിൽ 2326 രൂപ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക, സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് ഞങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന തുക അനുസരിച്ച് ഇതിനകത്ത് എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അങ്ങനെ ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേ ഓൺലൈൻ നൗ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത എമൗണ്ടൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ പേയ്മെൻറ്റ് പേജിലേക്ക് നമുക്കെത്തും. അപ്പോൾ അവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച്, അതുപോലെ കാർഡ് ഉപയോഗിച്ച്, UPI ഉപയോഗിച്ചും എന്ത് ചെയ്യാം, നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ UPI ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ UPIയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസുകളുണ്ട്. QR കോഡ് ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ UPI ID എൻ്റർ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റർ UPI ID എന്ന ഓപ്ഷനിൽ UPI ID ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ Paytm ഏതോ ആകട്ടെ, നമുക്കൊരു UPI ID ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ ആപ്പ് തുറക്കുമ്പോൾ നമുക്ക് ലഭ്യമാകും. അവിടെ നമ്മൾ പ്രൊഫൈലിൽ ആ UPI ID കിട്ടും. ഇവിടെ എൻ്റെ UPI ID ആണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഗൂഗിൾ പേയിൽ UPI ID ആണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. അങ്ങനെ ടൈപ്പ് ചെയ്ത് വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേര് ഓക്കെ വെരിഫൈഡ് എന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പേ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അതിനകത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ യുവർ പേയ്മെൻറ്റ് ഈസ് ബീങ് പ്രോസസ്ഡ്, പ്ലീസ് വെയിറ്റ്, ഡു നോട്ട് റിഫ്രഷ് ഓർ ക്ലോസ് യുവർ ബ്രൗസർ. ഓക്കെ, അപ്പോൾ നമുക്ക് മുകളിൽ വന്നുണ്ടോ നമ്മുടെ ഗൂഗിൾ പേയിൽ ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു റിക്വസ്റ്റ് വന്നു. ഓക്കെ, അങ്ങനെ ഗൂഗിൾ പേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ